Hello, my dear students. Welcome back to another session of the Canterbury School of English. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വിജയലക്ഷ്മി എഴുതിയിട്ടുള്ള തച്ചൻ്റെ മകൾ. അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ദ കാർപ്പൻറ്റേഴ്സ് ഡോട്ടർ എന്നുള്ള പേരിലാണ്. ആ ഒരു കവിതയുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സ്റ്റാൻസ 7 വരെ പറഞ്ഞു നിർത്തിയിരുന്നു. സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റും കൂടെ ഒന്ന് റെഫർ ചെയ്യുക. ചില ട്രാൻസാക്ഷനിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ ഞാൻ ഈ ഓൺ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതും ടെക്സ്റ്റിൽ കാണിക്കുന്നതുമായിട്ട് ഉണ്ടാകാം. അതുകൊണ്ട് ടെക്സ്റ്റും കൂടെ നിങ്ങളൊന്ന് നോക്കിക്കൊണ്ട് പോവുക. അന്നേരം കഴിഞ്ഞ സ്റ്റാൻസുകളിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ള കലാവൈഭവങ്ങളെ കുറിച്ചും ഒക്കെ അഷ്ടദിക്പാലകന്മാർക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കുമാറ് അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ആ പോണ്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ബ്രിഡ്ജിലുള്ള ഡോളിനെ കുറിച്ചും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കൊണ്ട് ശ്രീകോവിലിന്റെ ഡോം അദ്ദേഹം പണിയെഴുപ്പിച്ചതിനെ കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ സ്റ്റാൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ പെരുന്തച്ഛന്റെ മകള് നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളാണ് ഈ ഒരു അടുത്ത സ്റ്റാൻസ നമ്പർ 8 കാണാനായിട്ട് പോകുന്നത്. The past is like the fields covered by moonlight. So, the past is like fields shrouded in waves of moonlight. On its borders, ഞാൻ ടെക്സ്റ്റിലുള്ള ലൈനാണ് വായിക്കുന്നത് കേട്ടോ. ഈ പറയുന്ന ലൈൻസ് അല്ല, ടെക്സ്റ്റിലുള്ള ലൈൻസ് ആണ് വായിക്കുന്നത്. On its border stands the ghost of laughter one, like a pala tree in full bloom, its scent harrowing, the one who from the day of birth grew along with me, the one who rubbed grim and soot when I hurt my knee and cried aloud. So, അവർ പറയുകയാണ് ദ പാസ്റ്റ് ഇസ് ലൈക്ക് ദ ഫീൽഡ് കവേർഡ് ഇൻ ദ മൂൺലൈറ്റ്. ദാറ്റ് ഈസ് പോയ കാലം നിലാവല മൂടിയ പാടശേഖരം പോലെയാണ്. പോയ കാലം നിലാവല മൂടിയ പാടശേഖരം പോലെ. ഇതൊരു ethereal ഫീലിംഗിനാണ് നമുക്ക് തരുന്നത്. അന്നേരം എൻ്റെ കഴിഞ്ഞു പോയ കാലം എന്ന് പറയുന്നത് നിലാവല മൂടിയ വലിയൊരു പാടശേഖരം പോലെയാണ്. ആ പാടശേഖരത്തിന്റെ അങ്ങേയറ്റത്ത് ഒരു പാലമരമുണ്ട്. ആ പാലമരം നിറയും പൂത്ത് നിൽക്കുകയാണ്. ആ പൂത്ത് നിൽക്കുന്ന പാലമരത്തിന്റെ അടിയില് ലൈക്ക് ദ ഗോസ്റ്റ് ഓഫ് എ ബിലവഡ് പേഴ്സൺ കണ്ടോ. അവിടെ അത് പാലമരത്തിന്റെ അടിയിലായിരുന്നു ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ വ്യക്തി നിൽപ്പുണ്ട്. ആരാണ് ആ ബിലവഡ് പേഴ്സൺ? അവരുടെ പൊന്നാങ്ങള, മരണപ്പെട്ടുപോയ ആങ്ങള. ഐ കൺ ബ്ലർ ഇറ്റ് ഫ്രാഗ്നൻസ് ഇല്ലേ. ദ സെന്റ് ഈസ് ഹാരോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പാലപ്പൂവിൻ്റെ ആ തീക്ഷ്ണമായ ഗന്ധം അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി എൻ്റെ ആങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എൻ്റെ ആങ്ങളെ എങ്ങനെയുള്ള വ്യക്തിയാണ്? എ പേഴ്സൺ ഹൂ ഫ്രം ദ ഡേ ഓഫ് മൈ ബർത്ത് ഗ്രൂ അലോങ് വിത്ത് മീ. പെട്ടെന്നാൾ തൊട്ടിണങ്ങി എന്നോടൊപ്പം വളർന്നവൻ. എ പേഴ്സൺ ഹൂ റബ്ഡ് ദ സ്മോക്ക് ബ്ലാക്ക് വെൻ ഐ ഹേർട്ട് മൈ നീ ആൻഡ് ക്രൈഡ് അലൗഡ്. നമ്മുടെ ആ ലൈനിൽ പറയുന്നത് ഇങ്ങനെയാണ്. ദ വൺ ഹൂ റബ്ഡ് ഗ്രിം ആൻഡ് സൂട്ട് വെൻ ഐ ഹേർട്ട് മൈ നീ ആൻഡ് ക്രൈഡ് അലൗഡ്. മുട്ട് പൊട്ടി ഞാൻ കരയുമ്പോൾ പുകക്കരി കൊണ്ടൻ മുറിവിൽ തലോടിയവൻ. അതാണ് എന്താ ഗ്രിം ആൻഡ് സൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുകക്കരി. ഞാൻ മുട്ടുപൊട്ടി കരഞ്ഞപ്പോ പുകക്കരി കൊണ്ട് എൻ്റെ മുട്ടിനെ തൊട്ട് തലോടിയവൻ. എ ലവിങ് പേഴ്സൺ ഹു മെയ്ഡ് സ്വിങ്സ് ആൻഡ് പുഷ്ഡ് ദം ഫോർ മീ. കണ്ടോ, എനിക്ക് വേണ്ടി എന്നെ ഏറെ പ്രിയപ്പെട്ട് വളർത്തിയ എൻ്റെ ജ്യേഷ്ഠൻ എനിക്ക് വേണ്ടി ഊഞ്ഞാലിടുകയും അതിലെന്നെ ഇരുത്തി ആട്ടിത്തരികയും ചെയ്തവൻ. The day I became a big girl, he declared it is time to request Devendra to tie the thali around the neck of my very own sister, and then he picked a fine piece of sandalwood and carved a full-blown idol. ഏയ്, ഞാൻ വയസ്സെന്നറിയിച്ചപ്പോൾ, ഞാൻ ഋതുമതിയായ നേരത്ത് അവൻ എന്നോട് വന്ന് പ്രതിജ്ഞ ചെയ്തു. എൻ്റെ അനിയത്തിക്ക് ഞാൻ ദേവേന്ദ്രനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. അവനെ കൊണ്ട് ഞാൻ താലി ചാർത്തും. നിനക്ക് ദേവേന്ദ്രനെ തന്നെ വരനായി കിട്ടും എന്ന് പറഞ്ഞിട്ട് നല്ല ഊറ്റുള്ള ഒരു കാതലുള്ള ഒരു ചന്ദനമരത്തെടിയെടുത്ത് അതിൻ്റെ അകത്ത് ദേവേന്ദ്രന്റെ വിഗ്രഹം കുത്തി എന്നെ ഏൽപ്പിച്ചവൻ. അത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നു എനിക്കെൻ്റെ പൊന്നാങ്ങള. അന്നേരം ഇത് ഒരു എതീറിയൽ ഫീലിംഗ് പറയുന്ന ഒരു സ്റ്റാൻസയാണ്. ആ സ്റ്റാൻസയിൽ പറയുന്നത് ഇങ്ങനെയാണ്. നിലാവലം മൂടിയ പാടശേഖരത്തിന്റെ അങ്ങേയറ്റത്ത് നിങ്ങൾക്ക് നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു പാലമരം കാണാൻ സാധിക്കും. ആ പാലമരത്തിന്റെ അടിയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആങ്ങളയുടെ ഗോസ്റ്റ് ഉണ്ട്. ഓക്കെ. ആ പാലമരത്തിന്റെ തീക്ഷ്ണമായ ഗന്ധം എനിക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമാണ്.
ഇനി എൻ്റെ ആംഗ്ലേ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയാണ്. എന്നെ പെറ്റനാൾ തൊട്ട് എന്നോടൊപ്പം തൊട്ടിണങ്ങി വളർന്നവനാണവൻ. ഞാൻ മുട്ടിട്ട് ഒന്ന് താഴേക്ക് വീണ് കഴിഞ്ഞാൽ എൻ്റെ പൊട്ടിയ മുട്ടിൽ പുകക്കരി കൊണ്ട് റബ്ബ് ചെയ്ത് എൻ്റെ മുറിവ് ഉണക്കുന്നവനാണവൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ഏഹ്, നൂലുകൾ സോറി ഊഞ്ഞാൽ കെട്ടിയുണ്ടാക്കി അതിലിരുത്തി എന്നെ ആട്ടുന്നവനാണ്. ഋതുമതിയാണെന്നറിയിച്ചപ്പോൾ എനിക്ക് ദേവേന്ദ്രനെ കൊണ്ട് താലി കെട്ടിക്കുന്നുവെന്ന് ഏറ്റവനാണവൻ. ദേവേന്ദ്രന്റെ വിഗ്രഹം ചന്ദനത്തടികൾ തീർത്തെനിക്ക് തന്നവനാണവൻ. ഓക്കെ, അത്രയേറെ പ്രിയപ്പെട്ടവനാണ് എനിക്കെന്റെ പൊന്നാങ്ങള. എന്നിട്ട് പറയാണ് സ്റ്റാൻസ നമ്പർ 9ലേക്ക് വരുമ്പോ പറയാണ്, trees to my brother were half finished. My elder brother believed that all trees were unmade idols of gods. Childless divine beings came up from the sleep and pleaded, make us idols. അന്നേരം പറയുന്ന സ്റ്റാൻസയിൽ ഇങ്ങനെയാണ് നമുക്ക്, ട്രീസ് ടു മൈ ബ്രദർ വേർ ഹാഫ് ഫിനിഷ്ഡ് ഐഡൽസ് വെയിറ്റിംഗ് ടു ബി കംപ്ലീറ്റഡ്. ഗോഡ്സ് childless came to him in sleep and pleaded, please make idols of us. എൻ്റെ ആങ്ങളെ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, എനിക്കത് മരങ്ങളൊക്കെ തെറ്റി എന്താണ് അർദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയൊന്നും തന്നെ പൂർണ്ണമല്ല. അതിന്റെ പകുതി മാത്രമേ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഈ മരങ്ങൾക്ക് പൂർണ്ണത വരണമെങ്കിൽ അവ ഏതെങ്കിലും പ്രതിമകളായിട്ട് മാറണം. എൻ്റെ ഉറക്കത്തില് മക്കളില്ലാത്ത ദേവന്മാർ എന്നോട് വന്ന് പറയും, എന്താണ്, ഞങ്ങളെ വെച്ചൊരു വിഗ്രഹം ഉണ്ടാക്കൂ, ഞങ്ങളെ വെച്ചൊരു വിഗ്രഹം ഉണ്ടാക്കൂ. ഇനി നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം. സ്റ്റാൻസ് നമ്പർ 10. I flung at him sting of my criticism as so as to make him work better, to which he responded ever and always with an enigmatic half smile. With a desire to better his work, I heaped on him. അല്ലേ? അന്നേരം ഐ ഫ്ലങ് അറ്റ് ഹിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഉണ്ടാക്കുന്ന വർക്കുകളെല്ലാം തന്നെ ഞാൻ പ്രകീർത്തിക്കാറില്ല. ഇടയ്ക്കൊക്കെ ഞാൻ അവനെ എന്ത് ചെയ്യാറുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അവനിൽ അവൻ കൂടുതൽ നന്നായി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യും. ആ സമയത്തൊക്കെയും അവൻ്റെ മുഖത്ത് ഒരു അർദ്ധമന്ദസ്മിതം വിരിയുമായിരുന്നു. ഞാനിനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പൊന്നാങ്ങളെ എന്നോട് ഗർവിക്കില്ലായിരുന്നു. One day he who knew the craft was carving a stone idol of Mother Goddess. Mother Goddess ആരാണ്? അംബിക. Okay. When I said the mock fun, it's a pity that you make idols the same way that father does. Then I looked deep into the smooth lashed eyes of my brother, a pensive man to whom anger was unknown, and continued, staying in the shade of a huge tree you cannot grow. Your nourishment comes from seeking sunlight by yourself unaided. But he, a Swatika did not agree. അന്നേരം ഒരു ദിവസം ഞാനും എൻ്റെ സഹോദരനും കൂടി ഇരിക്കുമ്പോൾ സഹോദരൻ എനിക്ക് മദർ ഗോഡസ് ആയിട്ടുള്ള അംബികാദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കി തന്നു. അത് കേട്ട് ഞാൻ അവനെ കളിയാക്കി, നീ നിന്റെ അച്ഛനെ ആ, അനുകരിക്കാൻ വേണ്ടി പഠിക്കുകയാണോ? അവൻ ഏ- ഏറെ പീലികൾ നിറഞ്ഞ അവന്റെ കണ്ണുകൾ അധികം ഉയർത്താതെ അവൻ എന്നെ ഒന്ന് നോക്കി. സാധാരണ രീതിയിലും ഒരിക്കലും എൻ്റെ ആങ്ങളെ എന്നോട് ദേഷിച്ചിട്ടില്ല. ഓക്കെ, അന്നേരം ഞാൻ എൻ്റെ ആങ്ങളയോട് പറഞ്ഞു, സ്റ്റേയിങ് ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ഹ്യൂജ് ട്രീ യു കനോട്ട് ഗ്രോ ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ഹ്യൂജ് ട്രീ. യുവർ നറിഷ്മെന്റ് കംസ് ഫ്രം സീക്കിംഗ് സൺലൈറ്റ്. ഇല്ലേ, നിനക്ക് ഒരിക്കലും ഒരു വൻമരത്തിന്റെ അടിയിൽ വളരാനാവില്ല. നിനക്ക് വളരണമെങ്കിൽ എന്ത് വേണം? സൂര്യപ്രകാശം വേണം. ഓക്കെ, നീ സ്വയം പര്യാപ്തത വരിക്കണം. നീ അൺഎയ്ഡഡ് ആയിരിക്കണം. നീ നിന്റെ അച്ഛന്റെ അണ്ടറിൽ നിന്നാൽ നിനക്ക് ഒരിക്കലും വളരാൻ സാധിക്കില്ല. നീ സ്വയം പര്യാപ്തത കണ്ടെത്തണം. പക്ഷേ വളരെ ബിനൈനായ, വളരെ ജെന്റിലായ, വളരെ വെർച്വസ് ആയ, സ്വാത്വികനായ എൻ്റെ സഹോദരൻ അതൊരിക്കലും സമ്മതിച്ചില്ല. പക്ഷെ ഒരിക്കലും അച്ഛൻ്റെ അണ്ടറിൽ നിന്ന് കഴിഞ്ഞാൽ വരാൻ സാധിക്കില്ല എന്നൊരു തത്വം പെൺകുട്ടി നേരത്തെ മനസ്സിലാക്കിയിരുന്നു. Seeing the Lord of eighth square in the ninth place as the Lord of birth. സോ ഇതാണ് ഈ പറയുന്നത്. ഇനി അസ്ട്രോളജിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്റ്റാൻസ നമ്പർ 12ലാണ്. നിങ്ങളതൊന്ന് നോക്കണം. ഫോർ ഹിം ദ astrologer predicted untimely death, seeing signs inauspicious in the horoscope. But my elder brother, devoted to father, followed his like a shadow, unsuspecting disciple. He wore on his face his usual smile, filled with the sheen burnished gold, even as he lay in the thoughts severed. So, ഇവിടെ പറയാണ്,
അന്നേരം നേരത്തെ കൂട്ടി ജോത്സ്യൻ എൻ്റെ ജ്യേഷ്ഠന്റെ അപമൃത്യുവിനെ പറ്റിയിട്ട് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സഹോദരൻ എൻ്റെ അച്ഛനോട് ഏറെ കടപ്പെട്ടവനും വിനയാനിതനുമായിരുന്നു. ഒരു നിഴൽ പോലെ അച്ഛനെ അവൻ അനുഗമിച്ചിരുന്നു. ഒരിക്കലും അച്ഛനെ അവൻ അവിശ്വസിച്ചിരുന്നില്ല. അച്ഛന്റെ പ്രിയ ശിഷ്യനും പ്രിയപുത്രനുമായി അവൻ തന്നെ തന്നെ കരുതിപ്പോന്നു. എപ്പോഴും എൻ്റെ സഹോദരന്റെ ചുണ്ടിലുണ്ടായിരുന്ന മായാത്ത പുഞ്ചിരി, ആ മായാത്ത പുഞ്ചിരി എന്തിനോടാണ് ഉപമിക്കുന്നത്? ടു ദ പ്യൂരിഫൈഡ് ഗോൾഡ് ഓർ ദ ബേണിഷ്ഡ് ഗോൾഡ്. കലർപ്പറ്റ സ്വർണം പോലെ വളരെയധികം പരിശുദ്ധിയുള്ള ഒന്നായിരുന്നു എൻ്റെ സഹോദരന്റെ ചുണ്ടിലെ പുഞ്ചിരി. ഇവൻ അസീലി വിത്ത് ഹിസ് ത്രോട്ട് സിവിയേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടനാളം അറ്റുകിടക്കുമ്പോഴും എൻ്റെ ജ്യേഷ്ഠന്റെ ചുണ്ടിൽ ആ മായാത്ത സ്വർണ്ണ പുഞ്ചിരി ഉണ്ടായിരുന്നു. സോ ഇവിടെ വരുമ്പം ആ ഒരു അസ്ട്രോളജർ പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. നേരത്തെ കൂട്ടി ഈ പറയുന്ന ഒരു അപമൃത്യുവിന്റെ കാര്യം, അൺടൈംലി ഡെത്തിന്റെ കാര്യം നേരത്തെ കൂട്ടി ജോത്സ്യൻ പ്രവചിച്ചതാണ്. എന്നിരുന്നാലും എൻ്റെ സഹോദരൻ അച്ഛൻ്റെ ഒപ്പം തന്നെ ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ വിശ്വസ്തനായി, അച്ഛൻ്റെ പ്രിയ ശിഷ്യനായി എപ്പോഴും ഉണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചുണ്ടിൽ വിളങ്ങിയിരുന്ന ആ കലർപ്പറ്റ സ്വർണ്ണ പുഞ്ചിരിയെ കണ്ടനാളം അറ്റുകിടക്കുന്ന നേരത്തും എൻ്റെ ജ്യേഷ്ഠന്റെ ചുണ്ടിൽ ആ പുഞ്ചിരി ഉണ്ടായിരുന്നു. Even now the hungry, inauspicious death lies under the feet in the form of a serpent. The broad chisel, okay, the floor chisel tucked into my bloodstains may slip and fall on my sleeping mat too. So അവർ പറയാണ്, എൻ്റെ ഇപ്പോൾ ഇവൻ നൗ ദ ഇനോസ്പീഷ്യസ് ഡെത്ത് എന്ന് വെച്ചാൽ ദുർമരണം, എൻ്റെ സഹോദരൻ്റെ മരണത്തിനിടയാക്കിയ, അല്ലെങ്കിൽ എൻ്റെ സഹോദരനെ പറ്റിയ ആ ദുർമരണം ഇന്ന് ഒരു വ്യാളിയെപ്പോലെ, ഒരു വിശന്ന് വലഞ്ഞ ഒരു പാമ്പിനെ പോലെ അതെൻ്റെ കാലുകളിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ അടുത്ത ഇര ഞാനാണ്. മേ ബി ആ പറഞ്ഞ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വീണ ആ വീതുളി, ആ ബ്രോഡ് ചിസൽ, ആ ഫ്ലോർ ചിസൽ എൻ്റെ കണ്ടനാളവും മുറിക്കാൻ ഉണ്ടായിക്കൂടുന്നില്ല. നാളെ ഒരു സമയത്ത് ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ കഴുത്തിലൂടെയും അതൊന്ന് സ്ലിപ്പായി വീണുകൂടാ എന്നില്ല എന്നാണ് നമ്മുടെ സ്പീക്കർ, ആ ഒരു കാർപ്പൻ്ററിൻ്റെ ഡോക്ടർ പറയുന്നത്. Stanza number 14. I cannot like a Rajaput. I cannot like an impassioned Rajaput. Caught death on the battlefield of revenge. And insulting elders is indeed a great sin. Moreover, if that spirit which carves wonders of the world slips again, who is there to question it? Who is fearless enough to face the elephant in rut and chain it? Rather, it is beyond me to offer my young blood as a tribute to you. സോ എന്നിട്ട് അവർ നെക്സ്റ്റ് സ്റ്റാൻസിൽ പറയുന്ന കാര്യമാണ്, നിന്റെ മരണത്തിൽ എനിക്ക് റിവെഞ്ച് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, പക്ഷേ ഞാനൊരു രജപുത്തല്ല. രജപുത്തന്മാരെ പോലെ റിവെഞ്ച് ചെയ്യാൻ പോയി സ്വയം എരിഞ്ഞടങ്ങാൻ എനിക്ക് സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അതുപോലെ പറയാൻ അവർ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മൂത്തവർക്കെതിരെ വാളെടുത്ത് അവരെ ഇൻസൾട്ട് ചെയ്യുന്നത് പാപമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പറയാണ്, ദ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് സ്ലിപ്സ് അഗെയിൻ, ഹൂ ഈസ് ദർ ടു ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ കണ്ട ലോകം അത്രയും കാർവ് ചെയ്യാൻ കഴിവുള്ള ശില്പിയായ എൻ്റെ അച്ഛനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുണ്ട്? ആര് ചോദിക്കാൻ? ഹൂ ഈസ് ഫിയർലെസ് ഇനഫ് ടു ഫേസ് ദ എലിഫന്റ് ഇൻ റട്ട് ആൻഡ് ചെയിൻ ഇറ്റ്. ഈ പറയുന്ന ആര് ചോദിക്കുവാൻ? മതയാനതൻ നേരെ ആരുണ്ട് ചെല്ലുവാൻ? അതാണ് ഹൂ ഈസ് ദർ ടു ക്വസ്റ്റ്യൻ ഇറ്റ്, who is fearless enough to face the elephant in rut and chain it. ആര് ചോദിക്കുവാൻ ഇവിടെ? ആരുണ്ട്? മതയാനതൻ നേരെയങ്ങ് ചെല്ലുവാൻ, തളയ്ക്കുവാൻ ആരുണ്ട് ഇവിടെ എന്നാണ് കവയിത്രി ചോദിക്കുന്നത്. അന്നേരം മതയാന ആരാണ്? തൻ്റെ അച്ഛനാണ്. തൻ്റെ അച്ഛനോട് റിവെഞ്ച് ചെയ്യാനും തൻ്റെ അച്ഛനെ ഇൻസൾട്ട് ചെയ്യാനും ചെയ്താൽ മതയാനയായിരിക്കുന്ന അച്ഛനെ തളയ്ക്കുവാൻ തന്നെ കൊണ്ടാവില്ല എന്നാണ് കാർപ്പൻ്ററിൻ്റെ ഡോക്ടർ പറയുന്നത്. Brother, it is not possible for me to offer my young blood as a tribute to you. അന്നേരം എൻ്റെ ഈ പറയുന്ന ചുടുരക്തം അങ്ങയ്ക്ക് വേണ്ടി ഒഴുക്കാൻ എനിക്കാവില്ല സഹോദര എന്ന് പറയുന്നു.
Stanza number 15. I sat alone in my own space, accepting in my heart the weight of a stone chisel striking on the black and white stones. I began to learn the facts of life. Turning chisel turned and did what I wanted. The small chisel, softened by ghee, submitted to my will. The foot ruler, the measuring rod in these female hands were tame as petted and pampered cows. അന്നേരം ഐ സാറ്റഡ് അലോൺ ഇൻ മൈ ഓൺ സ്പേസ്. നമ്മുടെ ആ ഒരു സ്റ്റാൻസ് തുടങ്ങുന്ന ലൈൻ ഇങ്ങനെയാണ്: എലോൺ ഇൻ മൈ ഓൺ ടെറൈൻ ഐ ടുക്ക് ഇൻ ടു മൈ ഹാൻഡ്, ഇൻ ടു മൈ ഹേർട്ട്. എൻ്റെ തട്ടകത്തിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ, ഓക്കെ, നെഞ്ചിലേറ്റുന്നു കനത്തൊരീ കല്ലുളി. അന്നേരം ഐ സാറ്റ് അലോൺ ഇൻ മൈ സ്പേസ്. അന്നേരം ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ സ്ഥലമുണ്ട്, ഞാൻ കിടക്കുന്ന റൂം, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം, അത് എൻ്റേത് മാത്രമാണ്. അവിടെ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ പറയുന്ന കനത്ത കല്ലുളി, ആ ഒരു കല്ലുളിയുടെ ഭാരം ഞാൻ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. എൻ്റെ ജ്യേഷ്ഠന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം. അതുപോലെ തന്നെ അച്ഛൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി എന്നിലുണ്ട്, അതെടുക്കാൻ പറ്റാത്തതിലുള്ള ദുഃഖം. സ്ട്രൈക്കിംഗ് ഓൺ ദ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റോൺസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയും കൃഷ്ണശിലകൾ എന്ന് പറയും. ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ശിലകളാണ് കൃഷ്ണശിലകൾ. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റോൺസ് എന്ന് വന്നത്. അന്നേരം അച്ഛനിക്ക് ഇഷ്ടം ഈ പറയുന്ന കാർപ്പൻട്രിയിലാണെങ്കിൽ എനിക്ക് സ്കൾപ്ചറിങ്ങിലാണ് ഏറെ താല്പര്യം. പല കൃഷ്ണശിലകൾ ഉപയോഗിച്ച് ഞാൻ ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. എൻ്റെ തട്ടകത്തിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ സ്റ്റോൺ ചിസലിൽ ഓരോന്ന് കൊത്തിപ്പടുത്തു. ഐ ബിഗാൻ ടു ലേൺ ദ ഫാക്ട്സ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ പാഠങ്ങൾ നെയ്തെടുത്തതും ആ ഒരു സമയത്താണ്. Turning chisel turned and did what I wanted. The small chisel, softened by ghee, submitted to my will. ടേണിങ് ചിസൽ എന്ന് വെച്ചാൽ തിരിയുളി. ഓക്കെ, ഓരോ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ആ തിരിയുളി എൻ്റെ കൈകളിൽ കിടന്ന് പതുക്കനെ എനിക്ക് കൈക്ക് വഴക്കവും തഴക്കവും തന്നു. സ്മോൾ ചിസൽ, കൊച്ചുള്ളി. ഓക്കെ, ഞാൻ നെയ് കൊണ്ട് വഴക്കിയെടുത്ത എൻ്റെ കൊച്ചുള്ളി എൻ്റെ ഇംഗിതത്തിനനുസരിച്ച് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് എൻ്റെ മനസ്സിലുള്ള ആശയങ്ങളെ കൊത്തിയെടുക്കാൻ എനിക്ക് സഹായിച്ചു. ദ ഫുട് റൂളർ എന്ന് വെച്ചാൽ മട്ടവും അതുപോലെ മെഷറിംഗ് റോഡ്, മഴുക്കോലും. ഇൻ ദ ഫീമെയിൽ ഹാൻഡ്സ് വെർ ടീംഡ് ആൻഡ് പെറ്റഡ് ആൻഡ് പാമ്പേർഡ് കൗസ്. നമ്മൾ വീട്ടിൽ ഞാൻ മെരുക്കി ഇടക്കി വളർത്തുന്ന കൊച്ചു പൈതൽ കിടാങ്ങളെപ്പോലെയും അതുപോലെ തന്നെ കിടാവിനെ പോലെയും ഈ പറയുന്ന മട്ടവും മഴുക്കോലും കൊച്ചുള്ളിയും തിരിയുളിയും, ടേണിങ് ചിസിലും സ്മോൾ ചിസിലും ഫുട് റൂളറും മെഷറിംഗ് റോഡും എൻ്റെ കയ്യിൽ ഞാൻ ഇണക്കി വളർത്തുന്ന പെറ്റുകളെ പോലെ എൻ്റെ കയ്യിൽ അത് ഇണങ്ങിച്ചേർന്നു. എനിക്കത് ടൈം ചെയ്യാൻ സാധിച്ചു എന്നാണ് അവർ പറയുന്നത്. അന്നേരം ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നതിൻ്റെ തട്ടകത്തിൻ്റെ അകത്ത് ആ ഒരു സ്പേസിൽ ഞാൻ ഈ പറയുന്ന സ്കൾപ്ചറിങ് ആക്ടിവിറ്റി ചെയ്തു. എൻ്റെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി ഞാൻ ഉണ്ടാക്കിയെടുത്തു. Fathers craft in chiseling thick tree trunks into the thin slabs of woods. I took over the steer my thoughts. I mastered to challenge the wild seas with the boards hewn from my thoughts. So, എൻ്റെ അച്ഛൻ വലിയ വലിയ മരക്കമ്പുകളിൽ അല്ല പലകൾ അല്ലെങ്കിൽ മരങ്ങളെ പലകകളാക്കി മാറ്റുന്ന സമയത്ത് ഞാൻ എൻ്റെ ആശയങ്ങളെ വലിയ പോട്ടുകളാക്കി എടുത്തുകൊണ്ട് വന്യമാർന്ന കടലിലൂടെ ഞാൻ പുതിയ ചിന്താധാരകൾ തേടി പോവുകയും ചെയ്തു. Outside my closed and bolted doors, day and night, summer and monsoon came. I sat inside the anthill, looking ഡീപ്പ് ഇൻ ടു മൈസെൽഫ്. അടച്ചിട്ട വാതിലിൻ്റെ അകത്ത്, താഴിട്ടടച്ച വാതിലിൻ്റെ ഉള്ളിൽ മുറിക്കകത്ത് രാവും പകലും ഒറ്റയ്ക്കിരുന്ന് പല മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുകയും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ചിന്തകൾ ഒരു ചിതൽപ്പുറ്റ് പോലെ, ആൻഡ് ഹിൽ എന്ന് വെച്ചാൽ ഉറുമ്പുകോനയല്ല, ചിതൽപ്പുറ്റ് പോലെ എന്നെ തന്നെ മൂടിയിരുന്നു. അന്നേരം ഒറ്റയ്ക്ക് ധ്യാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന അനുജന്റെ ജ്യേഷ്ഠന്റെ മരണത്തിൽ മനം നൊന്തിരിക്കുന്ന എൻ്റെ ഉള്ളിലേക്ക് ചിതൽപ്പുറ്റ് പോലെ ആശയങ്ങൾ മൂടി വന്നു എന്നാണ് പറയുന്നത്. Those who grieve, those that smile, those who fear, those that are peaceful. The group of Devas, Kinnaras, Sekshas, king of demon playing Rudraveena, Shukra, the master of demonology, who kept pot of wine next to him, accused Yadi, Ahalya, who looked at Indra with desire, Bhishma, who had to lie on bed of arrows for supporting the wrong side. Out of marrow of trees, I chiseled all of them into expressive shape. അന്നേരം ഇത് ഇത്രയും ഒരു പോർഷനായിട്ട് നമ്മൾ വായിക്കേണ്ടതാണ് കേട്ടോ. അന്നേരം
ഈ പറയുന്ന അടച്ചിട്ട എൻ്റെ മുറിക്കകത്ത് ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. ദോസ് ഹു ഗ്രീവ്സ്, വേദനിക്കുന്നവർ. ദോസ് ഹു സ്മൈൽ, മന്ദഹസിക്കുന്നവർ. ദോസ് ഹു ഫിയർ, ഭയപ്പെട്ടവർ. ദോസ് ആർ പീസ്ഫുൾ, ശാന്തസ്വരൂപർ. അന്നേരം വേദനിക്കുന്നവരും മന്ദഹസിക്കുന്നവരും ഭയപ്പെട്ടവരും ശാന്തസ്വരൂപരും ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ഉണ്ടാക്കി. പിന്നെ അവരൊക്കെയാ ഉണ്ടാക്കിയത്? ദേവന്മാരും കിന്നരന്മാരും രക്ഷകന്മാരും. അതുപോലെ തന്നെ എന്താണ്, ഈ രുദ്രവീണ വായിക്കുന്ന അസുരദേവനും, കിങ് ഓഫ് ഡീമൺ, രുദ്രവീണ വായിക്കുന്ന അസുരദേവനും, ഡെമനോളജി എന്ന് വെച്ചാൽ അസുരവിദ്യയുടെ മാസ്റ്ററായ ശുക്രാചാര്യനും, ഈ പറയുന്ന ശാപക്തനായ യയാതിയും, അതുപോലെ അഹില്യ ഹു ലുക്ഡ് അറ്റ് ഇന്ദ്ര വിത്ത് ഡിസയർ എന്ന് വെച്ചാൽ ഇന്ദ്രനെ തീക്ഷ്ണമായി നോക്കി നിൽക്കുന്ന ഒരു അഹല്യയും, ഭീഷ്മ ഹു ഹാഡ് ലൈ ഓൺ ദ ബെഡ് ഓഫ് ഫാരോസ് ഫോർ സപ്പോർട്ടിങ് ദ റോങ് സൈഡ്, തെറ്റിനെ തെറ്റിനോടൊത്ത് നിൽക്കയാൽ ശരശയ്യയിൽ കിടക്കേണ്ടി വന്ന ഭീഷ്മരും. മനസ്സിലായല്ലോ? ഔട്ട് ഓഫ് ദ മാർ ഓഫ് ട്രീസ് ഐ ചിസൽഡ് ദ മാർ. ആ ഈ പറയുന്ന മരത്തടിയിൽ ഈ പറയുന്ന ആൾക്കാരെയെല്ലാം ഞാൻ വ്യക്തമായി കൊത്തിയെടുത്തു. അന്നേരം ആരെയൊക്കെയാണ് കൊത്തിയെടുത്തത്? വേദനിക്കുന്നവർ, മന്ദഹസിക്കുന്നവർ, ഭയപ്പെട്ടവർ, ശാന്തസ്വരൂപർ, ദേവന്മാർ, കിന്നരന്മാർ, യക്ഷകന്മാർ, രുദ്രവീണ വായിക്കുന്ന അസുരദേവൻ, അതുപോലെ തന്നെ ഈ പറയുന്ന അസുരവിദ്യയുടെ മാസ്റ്ററായ ശുക്രാചാര്യനും, അതുപോലെ തന്നെ ശാപക്തൻ അക്യൂസ്ഡ് യയാതി എന്ന് വെച്ചാൽ ശാപക്തനായ യയാതിയും, ഇന്ദ്രനെ ആ തൃഷ്ണയോടെ നോക്കി നിൽക്കുന്ന അഹല്യയും, ശരശയ്യയിൽ തെറ്റിനോടൊത്ത് നിൽക്കിയാൽ ശരശയ്യയിൽ കിടക്കേണ്ടി വന്ന ഭീഷ്മരെയും ഞാൻ വളരെയധികം ക്രിയേറ്റീവായിട്ട് ഈ പറയുന്ന തടിയിൽ ഞാൻ കൊത്തിയെടുത്തു. Why did the sunlight falling into the half closed door grow dim once in a while? Did the shadow of magnificent figure shut the light out just a glance and then moves off? What's in the mind? Kill or nurture? അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വാതിലിൻ്റെ വിടവിലൂടെ പ്രകാശം വരുന്നും പോകുന്നുമുണ്ട്. ആരോ വാതിൽ പടിയിൽ അപ്പുറത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അത് തീർച്ചയായും ആര് തന്നെ? ദ ഷാഡോ ഓഫ് മാഗ്നിഫിഷ്യന്റ് ഫിഗർ. ആരാണ് മാഗ്നിഫിഷ്യന്റ് ഫിഗർ? പെരുന്തച്ചൻ. അതെന്റെ അച്ഛനായ പെരുന്തച്ചൻ തന്നെയാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ വാതിലിന്റെ അറ്റത്ത് വന്ന് ഞാൻ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ഒന്ന് നോക്കാറുണ്ട്. വാട്ട്സ് ഇൻ ദ മൈൻഡ്? അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ്? ടു കിൽ ഓർ നർച്ചർ, കൊല്ലുവാനോ വളർത്തുവാനോ. As the sight of the provoked tiger in the heart of the forest frightened adoration to flare up, though I do not believe in people's gossip, the image of broad scissors strained with the blood clots move in the air, as it is enough to disturb my concentration even when I struggle to carve the dark and protruding truth. അന്നേരം അവർ പറയാണ്, ആസ് ദ സൈറ്റ് ഓഫ് ദ പ്രൊവോക്ഡ് ടൈഗർ ഇൻ ദ ഹേർട്ട് ഓഫ് എ ഫോറസ്റ്റ് ഫ്രൈറ്റ് അഡറേഷൻ ഫ്ലെയർ അപ്പ്. അന്നേരം ഇപ്പോൾ ഈ പറഞ്ഞ വനാന്തരത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു പ്രൊവോക്ഡ് ടൈഗറിനെ കണ്ടതുപോലെ, ഓക്കെ, അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന ടൈഗറിനെ പോലെ കണ്ടതുപോലെ എൻ്റെ മനസ്സ്, ഞാൻ ഇരിക്കുന്നിടത്തേക്ക് അച്ഛൻ വന്ന് നെത്തി നോക്കിയപ്പോൾ എൻ്റെ മനസ്സാകെ പേടിച്ചു. ജനങ്ങൾ പറയുന്ന ഗോസിപ്പുകളൊന്നും തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും എൻ്റെ എൻ്റെ ജ്യേഷ്ഠന്റെ കഴുത്തിൽ വീണ ആ വീതുള്ളി, അതിൻ്റെ അകത്ത് പറ്റിയിരിക്കുന്ന ആ ബ്ലഡ് ക്ലോട്ട്, അത് ഈ എൻ്റെ ഓരോ നിമിഷവും എൻ്റെ ചുറ്റിലൂടെയും ആ വീതുള്ളി പറന്ന് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് പലപ്പോഴും എൻ്റെ കോൺസെൻട്രേഷനെ തെറ്റിക്കാറുണ്ട്. ഓക്കെ, ആ പറയുന്ന when I struggle to carve the dragons protruding through the വ്യാളിയുടെ ആ കോമ്പല്ല് അല്ലെങ്കിൽ ആ കോന്ത്രപ്പല്ല്, അതെങ്ങനെ രാഗി മിനുക്കി ഉണ്ടാക്കുന്ന നേരത്ത് എൻ്റെ മനസ്സിലൂടെ പല ആശയങ്ങൾ, പല പല ചിന്തകൾ കടന്നുപോയി. I have to carve many emotions, contempt, wonder, compassion, control. ആ ഒരു സമയം എൻ്റെ മനസ്സിലൂടെ പല വികാരങ്ങളാണ് കടന്നുപോയത്. എനിക്ക് എന്നോട് പുച്ഛവും, അതേസമയം ഒരു അത്ഭുതവും, അതേസമയം കമ്പാഷനും കൺട്രോളും എനിക്ക് തോന്നി. കാർവ് ഐ മസ്റ്റ് ആരഗൻസ് ആൻഡ് കോമ്പറ്റീഷൻ. എനിക്ക് ഒരേ സമയം എന്നോട് ഭയങ്കര മതത്വം, മീൻസ് ആരഗൻസ് മീൻസ് നമ്മൾ പറയത്തില്ല അഹങ്കാരം, അതുപോലെ തന്നെ ആ കോമ്പറ്റീഷൻ, ആ ഒരു മത്സര്യവും തോന്നി. The forest fire of jealousy that blazes, carve I must desire, which comes in disguise riding the Pushpaga plain. The forest fire of jealousy that blazes. ഞാൻ കണ്ടു എൻ്റെ അച്ഛൻ്റെ ഉള്ളിൽ വിളങ്ങിക്കിടക്കുന്ന ആ ഒരു അസൂയയുടെ വിത്തുകൾ, ആ ഒരു തീ ഞാൻ കണ്ടു.
Carve I must desire, which comes in disguise. എന്താണ് carve I must my desire എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിജയലക്ഷ്മി പറഞ്ഞ വരികൾ ഇങ്ങനെയാണ്: കൊത്തുവാനുണ്ട് പ്രചന്ന രൂപിയായി പുഷ്പകത്തിൽ എത്തിച്ചേരുന്ന ഒരാസക്തി. ഇല്ലേ, എനിക്ക് എന്തോ carve I must desire, which come in disguise, riding the പുഷ്പക plain. കൊത്തുവാനുണ്ട് പ്രചന്ന രൂപിയായി പുഷ്പകത്തിൽ എത്തിച്ചേരുന്ന ഒരു ആസക്തി. എനിക്ക് എങ്ങനെയാ വേണ്ടത്? എനിക്ക് കൊത്തിപ്പണിയണം. എന്താണ് കൊത്തിപ്പണിയേണ്ടത്? ഒരു പുഷ്പക വിമാനം. എങ്ങനെയുള്ള പുഷ്പക വിമാനം? ആസക്തിയേറുന്ന ഒരു പുഷ്പക വിമാനം. അതിനകത്ത് ഏറി, ആ ആസക്തിയിലേറി എനിക്ക് ഇവിടെ നിന്ന് പറന്നു പോകണം. അത്തരം ആസക്തി ഉണർത്തുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് നമ്മുടെ പെൺകുട്ടി, കാർപ്പൻ്ററിൻ്റെ ഡോക്ടർ പറയുകയാണ്. In the dreams, the demon king Maya, who created three cities in the gold, silver, and iron, meeting hall of Devas, palace of Pandavas, says. അന്നേരം ഇത് നമ്മളുടെ സ്റ്റാൻസർ നമ്പർ 19ലേക്ക് വരുവാണ്. അന്നേരം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഈ ലൈൻസിലാണ് കാര്യങ്ങൾ പറയുന്നത്. ദ അസുര ചീഫ് ഹു ക്രിയേറ്റഡ് ത്രീ സിറ്റീസ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ അത് കാര്യങ്ങൾ കറക്റ്റായിട്ട് വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്റ്റാൻസർ നോക്കുക. ഇൻ ദ ഡ്രീംസ്, ദ ഡീമൺ കിങ് മായ who created three cities in gold, silver and iron. ഓക്കെ, അന്നേരം ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്ന ദർശനത്തിൽ ഓക്കെ, അസുര രാജാവായ മയൻ, ഓക്കെ, എല്ലാ ശില്പങ്ങളുടെയും എല്ലാത്തിൻ്റെയും പൂർണ്ണത കൈവരിക്കുന്ന അസുര രാജാവായ മയൻ വന്നു. അദ്ദേഹം 3 സിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്വർണ്ണ നഗരം, സിൽവർ കൊണ്ടും അയൺ കൊണ്ടും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള 3 സിറ്റികൾ. ഈ 3 സിറ്റികളെയും കൂടെ ചേർത്ത് സുധർമ്മ എന്ന് പറയും. ദ മീറ്റിംഗ് ഹാൾ ഓഫ് ദേവാസ്, അതുപോലെ തന്നെ ദേവന്മാരുടെ മീറ്റിംഗ് ഹാളും പാണ്ഡവന്മാരുടെ പാലസും ഒക്കെ ഇദ്ദേഹമാണ് പണിയെഴുപ്പിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ പാണ്ഡവന്മാരെ കൊടുക്കാനുള്ള അരക്കില്ലവും ഈ ഇദ്ദേഹമാണ് പണിയെഴുപ്പിച്ചത്. അന്നേരം അദ്ദേഹം പറഞ്ഞു, ബ്രേക്ക് ദ ബോണ്ടേജ് ഓഫ് ദ സിൽക്കൻ ത്രെഡ്, ഗോ അവേ ആസ് ദ മൂൺലൈറ്റ് ഫാൾസ് ഇൻ ടു ദ വിൻഡോ, ലിഫ്റ്റ് അപ്പ് യുവർ ടൂൾ ബോക്സ് ആൻഡ് ലീവ് ദിസ് ഹൗസ്. അങ്ങനെ 3 പട്ടണങ്ങൾ, അതുപോലെ 3 സിറ്റികൾ ഉണ്ടാക്കിയ മായരാജാവായിട്ടുള്ള അസുരൻ എൻ്റെ സ്വപ്നത്തിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ പറയുന്ന സിൽക്കൻ ത്രെഡ് എന്ന് വെച്ചാൽ പട്ടുനൂൽ കെട്ട് പൊട്ടിച്ചെറിഞ്ഞു നീ പോകുക. എന്താണ് പട്ടുനൂൽ കെട്ടെന്ന് പറയുന്നത്? ഇവിടെ എന്താണ്? നമ്മുടെ ബയോളജിക്കൽ ബോണ്ട്. നിനക്ക് നിന്റെ അച്ഛനോടുള്ള ആ ബയോളജിക്കൽ ബോണ്ട് പൊട്ടിച്ചെറിഞ്ഞു നീ പോവുക. ഇല്ലേ, പിന്നെന്താണ് പറഞ്ഞേ? ആ, ആസ് ദ മൂൺലൈറ്റ് ഫോൾസ് ഓൺ ദ വിൻഡോ, ലിഫ്റ്റ് അപ്പ് യുവർ ടൂൾ ബോക്സ് ആൻഡ് ലീവ്സ് ദ ഹൗസ്. ജാലകത്തിൽ നിലാവുദിക്കുമ്പോൾ ആ പേടകം തൂക്കി നീ വീടൊഴിഞ്ഞു പോവുക. എന്താണ്? ജാലകത്തിൽ നിലാവുദിക്കുമ്പോൾ ആ പേടകം തൂക്കി നീ വീടൊഴിഞ്ഞു പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നീ എത്രയും പെട്ടെന്ന് നിന്റെ ബയോളജിക്കൽ ബോണ്ടായിട്ടുള്ള നിന്റെ ഫാദറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് നിർത്തിയിട്ട് നീ ഇവിടുന്ന് പോകണം. ഇന്ന് രാത്രി തന്നെ ഈ ആൾക്കാർ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് നിന്റെ ഉളിപ്പെട്ടിയും സാധനങ്ങളും എടുത്ത് ഈ വീട് വിട്ട് നീ പോകണം. Every night I pondered like a coward. To flee in fear is not easy. The face that has to confront life that should not be scared. So I have to bid goodbye properly. എല്ലാ ദിവസവും ഞാൻ ഈ ഒരു സ്വപ്നം കാണും. ഒരു ഭീരുവിനെ പോലെ ഇവിടുന്ന് പറന്നു പോകാൻ ഞാൻ ഒരുക്കമല്ല. ഈ ലൈഫിനെ, ഈ ജീവിതത്തെ സധൈര്യം നേരിടാൻ ഞാൻ ഒരുക്കമാണ്. പേടിച്ചരണ്ട് പോകേണ്ടവളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനോട് ഒരു പ്രോപ്പറായിട്ട് ഗുഡ് ബൈ പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. This morning, while father prayed how dipped in the early morning purity, I went to him and said, so today is Saptami, the 7th day. It is good to start a journey. If I can have your blessing with me. സോ അങ്ങനെ രാവിലെ എണ്ണീറ്റ് അച്ഛൻ പതിവ് പോലെ രാവിലത്തെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വളരെ പ്യൂരിഫൈഡ് ആയിട്ട് അച്ഛൻ നിൽക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് സപ്തമിയാണ്, 7ാമത്തെ ദിവസമാണ്. ഇന്ന് ഒരു യാത്ര പോകാൻ അനിവാര്യമായ അല്ലെങ്കിൽ അനുയോജ്യമായ ദിവസമാണ്. എനിക്ക് എൻ്റെ യാത്രയ്ക്ക് അങ്ങ് അനുഗ്രഹിച്ചാലോ. എന്നിട്ട് പറയാണ്, ഹീ ബ്രഹ്മദേവ. നമ്മുടെ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്, ഹീ ബ്രഹ്മദേവ, ഹീ ദ ക്രിയേറ്റർ. ബ്രഹ്മദേവൻ ക്രിയേറ്റർ ആണ്. അന്നേരം മകൾ അച്ഛനെ വിളിക്കുന്നത് എന്തായിട്ടാണ്? ബ്രഹ്മദേവൻ അല്ലെങ്കിൽ ക്രിയേറ്റർ ആയിട്ടാണ്. വോക്കപ്പ് ആൻഡ് ഹിസ് ഡീപ് വോയിസ് ഫെൽ ഓൺ ദ ടോപ്പ് ഓഫ് ഹിസ് ഹെഡ്. അന്നേരം ഹീ ബ്രഹ്മ to me opened his eyes. His deep voice fell on the top of my head and say, go, but wherever you go, remember the name that endures rest on your fingertip. ഇല്ലേ,
ഓക്കെ. അങ്ങനെ എൻ്റെ സൃഷ്ടാവായ എൻ്റെ അച്ഛൻ ഉണർന്നെണീറ്റ് അദ്ദേഹം എൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു പറഞ്ഞു, ഇവിടെ വേണമെങ്കിലും നിനക്ക് പോകാം. പോകുമ്പോഴെല്ലാം ഓർക്കുക, നിന്റെ വിരൽത്തുമ്പിലാണ് നിന്റെ ആ ഒരു പേര് ഇരിക്കുന്നത്. അന്നേരം അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഉളി കൈതെറ്റി വീണ് മകൻ മരിച്ചതാകാം, അല്ലെങ്കിൽ അച്ഛൻ മനഃപൂർവ്വം കൊന്നതാ. പക്ഷേ പെരുന്തച്ഛൻ്റെ പേര്, ആ ഒരു പേരും പെരുമയുമൊക്കെ ആ ഒരു ഇതിലൂടെ തന്നെ ഇല്ലാതായി. അതാണ് പറഞ്ഞത്, നിന്റെ കൈത്തുമ്പിൽ അല്ലെങ്കിൽ നിന്റെ കൈത്തുമ്പിലാണ് നിന്റെ പേര് ഇരിക്കുന്നത്. അത് നഷ്ടപ്പെടുത്താൻ നീ ഇടയാക്കരുത്. Through what else can a father, next stanza ആണ് stanza number 22. Through what else can a father wish for a daughter? A father who lost a father who lost his name with a slip of his finger. His toolbox weighs more than the added weight of the journey. അന്നേരം അത് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റാൻസിൽ കൊടുത്തിരിക്കുന്നത്. True, what else a father who with a slip of finger tarnished his reputation wish for his daughter. This toolbox weighs more with the weight of a journey. I do not have any disciples, followers, or friends to join me in journey. Nor is there cluster of people to praise my sculpting skills. The forest domain of single elephant will be my word on now. So, അന്നേരത്തേക്ക് പറയാണ്, സത്യത്തിൽ തൻ്റെ മകളോട് പറയും ഈ അച്ഛന് മറ്റെന്താണുള്ളത്. തൻ്റെ പ്രവൃത്തി കാരണം, തൻ്റെ കൈപ്പിഴ കാരണം തൻ്റെ പേരും പെരുമയും നഷ്ടപ്പെട്ട അച്ഛന് തൻ്റെ മകളോട് ഇതിൽ കൂടുതൽ അല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്. ഭാരമേറിയതിൻ്റെ ഉളുപ്പെട്ടിയും താങ്ങിക്കൊണ്ട് ഞാൻ ആ വീട് വിട്ട് ഒറ്റയ്ക്കിറങ്ങി. പിന്നീട് നമ്മുടെ ടെക്സ്റ്റിലേക്ക് ഒക്കെ കാണാം, നോ ഡിസൈപ്പിൾസ് ഫോർ മീ, നോ ഫോളോവേഴ്സ്, നോ ഫ്രണ്ട്സ് ടു ഗിവ് മീ കമ്പനി, നോ ഫോക്സ് ടു പ്രൈസ് മൈ സ്കൾപ്റ്റിംഗ് സ്കിൽസ്. ഫോർ മീ ഹെൻസ് ഫോർത്ത് എ ഫാർ വൈൽഡ് ദ ഫാർ ഓഫ് എ ലോൺ ടസ്കർ. ഞാൻ ആ വീട് വിട്ടിറങ്ങുമ്പോൾ എനിക്ക് ശിഷ്യന്മാരില്ലായിരുന്നു, എൻ്റെ ഫോളോവേഴ്സ് ഇല്ലായിരുന്നു, എനിക്ക് സുഹൃത്തുക്കളില്ലായിരുന്നു, എനിക്ക് കമ്പനി തരാൻ ആളില്ലായിരുന്നു, എൻ്റെ കൂട്ടങ്ങളില്ലായിരുന്നു, എന്നെ പ്രകീർത്തിക്കാനും എൻ്റെ സ്കൾപ്റ്റിംഗ് സ്കിൽസിനെ പ്രകീർത്തിക്കാനും ആൾക്കാരില്ലായിരുന്നു. അങ്ങ് ഒറ്റ അകലേക്ക് നാം നടന്നു പോകുന്തോറും ഒരു ഒറ്റ കൊമ്പനെ പോലെ തല ഉയർത്തിക്കൊണ്ട് വളരെയധികം വികാരധീനനായി ഞാൻ എന്നെ തന്നെ കാണപ്പെട്ടു. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒറ്റ കൊമ്പനെ പോലെയാണ് ഞാൻ എന്നെ കണക്കാക്കിയത്. ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വിത്ത് നോ ലൈറ്റ് സേവ് ദ വൺ ഫ്രം അരുന്ധതി, ദ സ്റ്റാർ ആൻഡ് വിസിനിറ്റി ഓഫ് സപ്തർഷി, ദ ഗ്രേറ്റ് ബിയർ. Thus, I am on the path with the chisel box and the ruler. As the planets benign and malignant move headlong the orbits, I will not pray for the broad chisel. സോ ആ പോകുന്ന വഴിക്കെല്ലാം തന്നെ ഈ പറയുന്ന നമ്മൾ കോൺസ്റ്റലേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്തുള്ള ഗ്രേറ്റ് ബിയർ എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ, അതാണ് സപ്തർഷി. ആ ഒരു സപ്തർഷിയിലുള്ള അരുന്ധതി എന്ന് പറയുന്ന നക്ഷത്രമാണ് എനിക്ക് വഴി കാണിച്ചു തന്നത്. എൻ്റെ ചുറ്റും ഒരുപാട് ബിനൈൻ ആൻഡ് മാലിഗ്നന്റ്, നല്ല ഗ്രഹങ്ങളും മോശഗ്രഹങ്ങളും ചുറ്റിത്തിരിയുന്ന ഈ ഒരു സമയത്ത് സത്യത്തിൽ കണ്ടിന്യൂ ദ സൈക്ലിക്കൽ ഓർബിറ്റ്സ്, ഐ ടു സ്റ്റാർട്ട് മൈ ജേർണി ക്യാരിങ് ദ ചിസൽ ബോക്സ് ആൻഡ് മെഷറിംഗ് റോഡ്. ഐ വിൽ നോട്ട് ബി എ പ്രേ ഫോർ മൈ ബ്രോഡ് ചിസൽ, പ്രേ ടു ദ ബ്രോഡ് ചിസൽ. അന്നേരം നമ്മുടെ കാർപ്പൻ്ററിൻ്റെ ഡോക്ടർ പറയാണ്, എനിക്ക് ചുറ്റും ഇപ്പം മോശ സമയവും നല്ല സമയമാണ്. അതാണ് ബിനൈൻ ആൻഡ് മാലിഗ്നന്റ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. എനിക്ക് നല്ല ഗ്രഹങ്ങളും മോശഗ്രഹങ്ങളും എനിക്ക് ചുറ്റും ഇപ്പം പാറി നടക്കുന്ന സമയമാണ്. ആ ഒരു സമയത്ത് എപ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്നാൽ അച്ഛൻ്റെ വീതുളിക്ക് ഞാൻ ഇരയാകുന്നതെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉളിപ്പെട്ടിയും മുഴക്കോലും എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഇനി അടുത്ത സ്റ്റാൻസ് നോക്കാം. സ്റ്റാൻസ് നമ്പർ 23. Long ago, the story goes. Earlier, Vishwakarma Prajapati, the master sculptor of Devas, gave his daughter Satya in marriage to sun god. Later, when the sun's heat of passion turned into an arrow of fire burning her insides, she confided her grief to her father. The skill of his hands tamed the sun. As a stone is softened to grinding stone, will the hands of that untiring divine sculptor fill the love and tenderness falter? സോ ഇവിടെ ഒരു മിത്തിക്കൽ സ്റ്റോറിയാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, വിശ്വകർമ്മ പ്രജാപതി, ഓക്കെ, അദ്ദേഹമാണ് സ്വർഗവുമൊക്കെ സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്ദ്രൻ്റെ
ആ സ്ഥലങ്ങളുമെല്ലാം വിശ്വകർമ്മനാണ് സൃഷ്ടിച്ചത്. അന്നേരം ദേവന്മാരുടെ മാസ്റ്റർ സ്കൾപ്ചറാണ് വിശ്വകർമ്മൻ പ്രജാപതി. അദ്ദേഹം തൻ്റെ മകളായ പ്രിയപ്പെട്ട മകളായ സപ്ഞയെ സൂര്യദേവനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചു. പക്ഷെ സൂര്യദേവന് സപ്ഞയോടുള്ള അതിതീവ്രമായ പാഷനാണ്. അവർക്കിടയിൽ ആ ആ ഒരു സൂര്യദേവന്റെ ചൂട് സപ്ഞയ്ക്ക് താങ്ങാൻ പറ്റാതാകി സപ്ഞയുടെ ഉള്ളു മുഴുവൻ വെന്തുരുകി അവളൊരു വോൾക്കാനോ പോലെ ഇറപ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവൾ ചെന്ന് തൻ്റെ പിതാവായ വിശ്വകർമ്മനോട് പരാതി പറഞ്ഞു. ഓക്കെ, തൻ്റെ മകളുടെ ദുരവസ്ഥ അറിഞ്ഞ വിശ്വകർമ്മൻ സൂര്യദേവനെ ഒരു കല്ലിലേക്ക് കെട്ടിയിടുകയും അവിടെ വെച്ച് സൂര്യദേവന്റെ തീയെ അദ്ദേഹം ഡെയിൻ ചെയ്യുകയും ചെയ്തു. ഗ്രൈൻഡിങ് സ്റ്റോണിലിട്ട് അതിനെ സോഫ്റ്റൻ ചെയ്ത് ഡെയിൻ ചെയ്യുകയും ചെയ്തു. ഒരു അച്ഛൻ തൻ്റെ മകൾക്ക് വേണ്ടി ഒരു ദേവനെ തന്നെ ഇണക്കാനായിട്ട് ശ്രമിച്ചു. അതിനു വേണ്ടി ശ്രമിച്ചു എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ കാർപ്പൻ്ററിൻ്റെ ഡോക്ടർ പറയും. ഒരു അച്ഛന് മകളോട് ഇത്രമാത്രം ടെൻഡർനെസ്സും ലവും ഒക്കെ ഉണ്ടാകുമോ? If so, I shall let go my meager sculptor skills in the blood spilt as the head is severed by the gifted weapon that falls a straight line from the master sculptor's ever alert hands. അങ്ങനെയെങ്കിൽ ഐ ഷാർ ലെറ്റ് ഗോ ബൈ മീഗർ സ്കൾപ്റ്റിംഗ് സ്കിൽസ്. ഞാൻ എൻ്റെ സ്കൾപ്റ്റിംഗ് സ്കിൽസ് എൻ്റെ അച്ഛന് വേണ്ടി മാറ്റി വെച്ചേന്. ഇൻ ദ ബ്ലഡ് സ്പിൽറ്റ് ദ ഹെഡ് ഈസ് സെർവ്ഡ് ബൈ ഗിഫ്റ്റഡ് വെപ്പൺ ദാറ്റ് ഫോൾസ് എ സ്ട്രൈറ്റ് ലൈൻ. അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് വീഴുന്ന ആ ഒരു വീതുള്ളി അത് ഇരയായിക്കൂടാ എന്നുള്ള രീതിയിൽ ഞാൻ സ്കൾപ്റ്റിംഗ് സ്കിൽസ് മാറ്റിവെച്ചേന്. പക്ഷേ എനിക്ക് വിശ്വകർമ്മൻ്റെ മകളായ സപ്നയ്ക്ക് വിശ്വകർമ്മൻ കൊടുത്ത പോലുള്ളൊരു ഫീലിംഗ് എനിക്ക് ഇതുവരെ അച്ഛനിൽ നിന്ന് തോന്നിയിട്ടില്ല. ഓക്കെ, ദെൻ അടുത്ത പറയാണ്, ദ മൈറ്റി ബെനിൻ ട്രീ വിത്ത് റൂട്ട്സ് above and shoots below is not the sort to nurture the minuscule forms of life. They say, my grandfather thought the God who gave you a mouth will arrange for food as well and would provide food also. So let me go to the chisel box and measuring rod. I will not be a prey to the broad chisel. എന്നിട്ട് പറയാൻ, ദ ബനീൻ ട്രീ, ആലില ഇല്ലേ, ആൽമരം. ആൽമരം അതിൻ്റെ ബ്രാഞ്ചസ് മുകളിലും റൂട്ട്സ് താഴെയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. അത് ഒരു ആൽമരം എന്ന് പറയുന്നത് അത് അതിനെ മാത്രമല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ജീവജാലങ്ങൾ വസിക്കുന്നുണ്ട്. ഒരിക്കൽ എൻ്റെ അപ്പൂപ്പൻ ആരാണ്? വരരുചി പണ്ട് പറഞ്ഞതുപോലെ എന്താണ്, വാ കൊടുത്ത ദൈവം അതിന് ഇരയും കൊടുക്കും അല്ലെ, വാ കീറിയ ദൈവം ഇരയും കൊടുക്കും. അതാണ് പറഞ്ഞത്, ദ ഗോഡ് ഹു ഗിവ് മൗത്ത് വുഡ് പ്രൊവൈഡ് ഫുഡ് ആൾസോ. വാ കീറിയ ദൈവം അതിനുള്ള ഇരയും കൊടുക്കും, ഭക്ഷണവും കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ദൈവം എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? എനിക്ക് എൻ്റെ ക്രിയേറ്റിവിറ്റി തന്നിട്ടുണ്ട്. ആ ക്രിയേറ്റിവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലമായിട്ട് ഞാൻ എൻ്റെ സ്കൾപ്റ്റിംഗ് സ്കില്ല് അച്ഛന് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അച്ഛനിൽ നിന്ന് രക്ഷപ്പെടാനും എൻ്റെ ക്രിയേറ്റിവിറ്റി വളർത്താനും ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉളുപ്പെട്ടിയും മഴുക്കോലും എടുത്തുകൊണ്ട് എൻ്റെ അച്ഛനിൽ നിന്ന്, അച്ഛൻ്റെ ആ വീതുള്ളിക്ക് ഇരയാകാൻ സാധിക്കാതെ അല്ലെങ്കിൽ വീതുള്ളിക്ക് ഇരയായിക്കൂടാ എന്നുള്ള ചിന്തയിൽ ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങുകയാണ്. ഇത് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് ലെങ്തി പോയമാണ് വിജയലക്ഷ്മിയുടെ ദ കാർപ്പൻറ്റേഴ്സ് ഡോട്ടർ. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വാസന്തി ശങ്കരനാരായണനാണ് ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്. ഇത് ഐതിഹ്യമാലയുമായി ബന്ധപ്പെട്ട് കൊട്ടാരത്തെ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബെഞ്ചിൻ്റെ കൂടെ സ്റ്റോറി പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പോയമാണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.